ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമുക്ക് യിപ്പി നൂഡിൽസ് വെച്ചിട്ട് ഓംലെറ്റ് ചെയ്യാം. എങ്ങനെയാണ് റെസിപ്പി എന്ന് നോക്കാം. ആദ്യം നമുക്ക് മാഗി ഇതേപോലെ പൊടിച്ചെടുക്കുക. എന്നിട്ട് നല്ല ചൂടായിട്ടുള്ള വെള്ളത്തിൽ മാഗി ഇട്ട് കൊടുക്കുക. അത് വേകുമ്പോഴത്തേനും മാറ്റി വയ്ക്കുക. നമുക്ക് എന്നിട്ട് സവാള എടുത്ത് ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞെടുക്കാം. അടുത്ത് തക്കാളിയും ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ സവാളയും ഒരു കുഞ്ഞു സവാളയുമാണ്. പിന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും കൂടെ എടുത്ത് അരിയാം നമുക്ക്. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ഈ വെന്ത മാഗി ഇടുക. അതിലോട്ട് സവാള, തക്കാളി, പച്ചമുളക് ഇത്രയും കൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു 4 മുട്ടയാണ് എടുക്കുന്നത്. ആദ്യം ഇവിടെ 2 മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്നിട്ട് ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി 2 മുട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ മുട്ടയ്ക്കും ഈ ഇടുന്ന സവാളയ്ക്കൊക്കെ അനുസരിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി യിപ്പിയിലൂടെ കിട്ടിയ ആ പൊടിയും കൂടെ, മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ കൂട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ നമുക്ക് ഈ കൂട്ട് മാറ്റി വയ്ക്കാം. അടുത്ത് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നിരത്തി കൊടുക്കാം. ഞാനിത് മൂടിയും കൂടെ വെച്ച് വേവിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ തിരിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മുട്ടയൊക്കെ നല്ല വെന്ത് വരാൻ വേണ്ടി തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ തിരിച്ചിടാൻ ഇതേ വിദ്യയാണ് ഉപയോഗിച്ചത്. ഇതേപോലെ ഒരു പാത്രത്തിൽ തട്ടിയിട്ട് അതിന് തിരിച്ചങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും, നമുക്ക് പെട്ടെന്ന് തിരിച്ചിടാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി മറ്റൊരു വീഡിയോയുമായി അടുത്ത് കാണാം.